സ്റ്റെഫിൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, ഇപ്പോൾ എബൻ മൂമാറിന്റെ പ്രതികരണം ഏകദേശം വിശദമായി നമ്മൾ കേട്ടു. അദ്ദേഹം പറയുന്നത് ദുർബലപ്പെടില്ല, കൂടുതൽ ശക്തമാവുകയുള്ളൂ. തൻ്റെ ഭരണസമിതിക്ക് മാത്രമല്ല, അല്ലെങ്കിൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും ആ ഭരണസമിതിയുടെ തലയിലല്ല, ഞങ്ങൾക്ക് മുമ്പേയുള്ള ആളുകളൊക്കെയാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കട്ടെ. എത്ര ന്യായീകരിച്ചാലും ആ ഭരണസമിതിക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എങ്കിലും അതുപോലും അദ്ദേഹം ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല. മിനിമം ഞങ്ങളുടെ ഭരണകാലത്ത് അവിടെ നടന്ന കാര്യങ്ങളിൽ അത് എത്രയും വേഗം അന്വേഷണം നടത്തണം. അത് ഞങ്ങളുടെ മേൽ കുറ്റം ചാരുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുതെന്നല്ല അദ്ദേഹം പറയുന്നത്. അന്വേഷണം നടക്കട്ടെ എന്ന് മാത്രമാണ്. അപ്പോൾ അങ്ങനെ അങ്ങ് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ അംഗങ്ങളും ഒക്കെ, അല്ലേ? ഇപ്പം ഈ പ്രതിപട്ടികയുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ആത്മവിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു പ്രതികരണം വന്നത്. പക്ഷേ എങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ ബോർഡിലുണ്ടായിരുന്ന പലരും ഇപ്പോഴും പ്രതിസ്ഥാനത്ത് തുടരുന്ന ഒരു സ്ഥിതിയുണ്ട്. അദ്ദേഹം ഇല്ലായെങ്കിൽ പോലും. ഒപ്പം തന്നെ ഇനി ഏതായാലും പ്രത്യേകമായിട്ടുള്ള അന്വേഷണം തുടങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കൂടുതലായി ഈ കണ്ടതിനപ്പുറത്തേക്ക് പുറത്തു വരും എന്നുള്ളതാണ് കാണേണ്ടത്. അപ്പോൾ ഈ CPM അല്ലെങ്കിൽ LDFിൻ്റെ ഒരു പൊതു നിലപാട് ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു പാർട്ടിയുടെ ഒരു അകമഴഞ്ഞ ഒരു പിന്തുണ പത്മകുമാറിന് ലഭിക്കുക ഏതായാലും ഈ ഘട്ടത്തിൽ സാധ്യമല്ല. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് വർഷമൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ശബരിമലയിൽ എത്രത്തോളം സൂക്ഷിച്ച് നീങ്ങണമെന്നുള്ളത് പാർട്ടി നേതൃത്വത്തിനും LDF നേതൃത്വത്തിനും അറിയാം. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ മാത്രമേ നേതൃത്വം പോവുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഇനി അന്വേഷണം നടന്ന് എന്തൊക്കെ കാര്യങ്ങൾ പുറത്തു വരും, ഇപ്പോൾ നിൽക്കുന്ന അവ്യക്തതകളെല്ലാം മാറ്റേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാദ്യമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യുക എന്നത് തന്നെയാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ആളുകളൊക്കെ വീട്ടിൽ വന്ന് പോകുന്നുണ്ട് എങ്കിൽ പോലും അദ്ദേഹം ഇവിടെ ഉള്ളതായിട്ടൊരു വിവരവുമില്ല. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് കൊച്ചിയിലോ ബാംഗ്ലൂരിലോ ആണ് അദ്ദേഹം ഉള്ളത് എന്നുള്ളതാണ്. ഇനി ഏതായാലും കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ കൂടുതൽ ഈ വ്യക്തത പല അവ്യക്തതകളിലും വരികയുള്ളൂ. കാരണം സ്വർണം എത്ര കൊണ്ടുപോയി, എങ്ങനെ അത് കുറഞ്ഞു, ഈ കാലതാമസം ഉണ്ടായ സമയം, അതായത് അദ്ദേഹം കൊണ്ടുപോയതിനു ശേഷം 39 ദിവസം കഴിഞ്ഞാണ് ചെന്നൈയിലേക്ക് സ്വർണം പാളി എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ അതിനിടയ്ക്ക് എവിടെയൊക്കെ ഇത് കൊണ്ടുപോയി തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ വ്യക്തത വരണം. വിശദമായി ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ ആ കാര്യങ്ങളെല്ലാം പുറത്തു വരികയുള്ളൂ. ഏതായാലും ആ രീതിയിലേക്കാണ് അന്വേഷണവും നീങ്ങുന്നത്. ഒപ്പം തന്നെ ഈ പത്മകുമാറിൻ്റെ ഒരു പ്രതികരണം അത് മറ്റു പലർക്കും നേരെ വിരൽ ചൂണ്ടുന്നത് കൂടിയാണ്. ഇനി അതൊക്കെ തന്നെ ഈ അന്വേഷണത്തിൻ്റെ വേളയിൽ ഈ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് വരും. അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഏതായാലും ക്രൈംബ്രാഞ്ച് നീങ്ങുക. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെയാണ്, ഏതെങ്കിലും തരത്തിലുള്ളൊരു നിയമപരമായി മുന്നോട്ട് പോകാനാണോ അദ്ദേഹത്തിൻ്റെ ശ്രമം, അതെല്ലാമാണ് ഇനി അറിയേണ്ടത്. ഏതായാലും നിലവിൽ കിളിമാനൂരിലെ വീട്ടിൽ അദ്ദേഹം ഇല്ല.